ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാരി കിങ് ത്രിപ്സാൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്നാ പറയാം, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് തോന്നിയത് എന്തെങ്കിലും കേട്ടോ, നല്ല കമൻറ്റ്സ് ഇടുക. ഓക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. ഇത് ചെറിയൊരു ലാഗ് ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണം, ലാഗൊന്ന് ശരിയാക്കണം. ഇവിടെയുണ്ട് ഫ്രണ്ട്സ്, ഇവിടെയുണ്ട്. ഇത് വലുത് തന്നെയാണ്. ഇവിടെ തന്നെ ഞാൻ വില്ലേജ് മാറാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇവിടെ തന്നെ തങ്ങയാണ്. ബിഗ് വില്ലേജ് തന്നെയാണ്, പക്ഷെ വേറെ ഓരോ സ്ഥലത്താണ്. മെയിൻ വേൾഡ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞല്ല, പിന്നെ അത് ഞാൻ എപ്പോഴെങ്കിലും കാണിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കുറച്ച് പോയി ഫ്രണ്ട്സ്, കുറച്ച് എക്സാം പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ ഫുൾ പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോണിങ് ഇന്ന് മൈനിങ്ങിന് വേണ്ടി നമുക്ക് നിങ്ങൾക്ക് ക്രാഫ്റ്റിങ്ങോ മൈനിങ് നമുക്ക് വേറൊരു ദിവസം പോയാലോ? എന്താ അഭിപ്രായം? മറ്റേ സോഡ ഉണ്ടാക്കിയിട്ടാ, ഓക്കെ എല്ലായി. നമുക്ക് കുറച്ച് മരക്കെ വെട്ടി ഒരു വീട് പണിയണം. അത് ഇപ്പോഴേ ആയില്ല, കുറേ പണിയുണ്ട്, ഇനിയുണ്ട്, ടൈം ഇഷ്ടം പോലെ ഉണ്ട്. സേവ് ഇൻവെൻട്രി കൊടുത്തിട്ട് ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ഇതിന് പിങ്ക് കളർ കൊടുക്കുന്നാണ് പറയുന്നത്. പിങ്ക് കളർ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നെ നോക്കട്ടെ. ഞാൻ പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ അത് ഇടുന്നതായിരിക്കും. എനിക്ക് ഈ 2 ഗെയിമിൽ ഏതാ കളിക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. ഇപ്പോൾ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയത് കൊണ്ട് നമുക്കിത് ഏതായാലും കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ വേണ്ട ഷെയ്ഡർ ഇട്ടോണ്ട് അടിപൊളി. ഞാൻ ലൂമിനസ് ആട്ടാ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലൂമിനസ് ആണ്. അയണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. റീസ്പോൺ പോയിന്റ് സെറ്റാണ്, പേടിക്കൊന്നും വേണ്ട. ചത്താല് സാധനം ഇനി സെറ്റിങ്സ് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ചത്ത് അറിയില്ല. എനിക്കിങ്ങനെയൊന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ പരിപാടി. അവിടെ പോയിട്ട് കുറച്ച് നല്ലോണം സ്റ്റോണൊക്കെ നമുക്ക് ഇന്നും മൈനിങ്ങിന് പോവാം. ഫുഡില്ല, ക്യാരറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ബെല്ല എന്താ ഇതിൻ്റെ പേര്, ഹേ ബെല്ല് എടുത്തിട്ട് നമുക്ക് വൈക്കോലാക്കിയിട്ട് ബ്രെഡ് ആക്കായിരുന്നു. നമ്മളങ്ങനെ ടോർച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഇറങ്ങുന്ന വേണ്ട. നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് നമുക്ക് പിന്നെ എടുക്കാം. ഇത് ജംപ് സ്കെയർ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഒന്ന് റെഡി ആവാനുണ്ട്, എങ്ങനെങ്കിലും ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. കോളൊക്കെ നമുക്കിത് ഫുഡ് കുറേ കുക്ക് ചെയ്യാം. ഇത് മെയിൻ പഴിയൊന്നുമില്ല, നമ്മളൊന്ന് എക്സ്പ്ലോറിങ് ചെയ്യാം കേട്ടോ. അത്രയില്ല നമ്മൾ ഇന്നത്തെ പരിപാടി. ഈ വീഡിയോ കണ്ടക്റ്റിൻ്റെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോൺ എത്രയൊക്കെ മതി. ഞാൻ കോള് കളക്ട് ചെയ്യാനാണ് വന്നത്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, അതാണ് ഒരു ബെറ്റർ. ഞാൻ കേവൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇവിടെയെങ്കിലും ഒരു വാടിനെ കാണുന്നുണ്ട്. കേവ് നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വരണം, അല്ലെങ്കിൽ പണിയാണ്. നമുക്ക് ഈ വഴിയൊന്നും അറിയില്ല, അതുകൊണ്ട് വഴി തെറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം. നമുക്ക് അപ്പോൾ ബ്രെഡ് ആക്കാം. ബ്രെഡ് ഇങ്ങനെ വിട്ടേക്കാം. ഇപ്പം ഇവിടെ എന്തൊക്കെ അടിച്ചു മാറ്റാനുണ്ടോ? അതിന് മുമ്പ് ഒന്ന് ഇതാക്കട്ടെ. ടോർച്ച് ആക്കാം ഫ്രണ്ട്സ്. 8 എണ്ണയല്ലോ. ഇത് കുറേ ആക്കാമല്ലോ, 90 എണ്ണം. നമുക്ക് ഇഷ്ടം പോലെ ബ്രെഡും എല്ലാം ആക്കാം. ഇനി ബ്രെഡ് ആക്കിയാൽ മതി. ബ്രെഡ് 30 എണ്ണേ ആക്കാൻ പറ്റും.
കുറേ ഫുഡ് വേണം. പിക്കാക്സ് ഒന്ന് എക്സ്ട്രാ വെക്കുക. ആക്സ് ഒന്ന് എക്സ്ട്രാ, ഇതൊന്ന് എക്സ്ട്രാ, ഷവലൊന്ന് എക്സ്ട്രാ, സോഡൊന്ന് എക്സ്ട്രാ. കുറേ കല്ലിരിക്കുന്നില്ല, നമുക്ക് ഇതൊക്കെ ചെയ്യണം. ഞാൻ ബ്ലൂം കുറച്ച് കൂട്ടട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യേ ഫ്രണ്ട്സ്. ഞാൻ ഏതെല്ലാം ഒന്ന് കൂട്ടിയിട്ടുണ്ട്, കുറച്ചേ കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലാഗല്ലാണ്ട് കളിക്കാൻ പറ്റില്ല. എന്നാലും ലാഗൊക്കെ ഉണ്ടാവും. നമുക്കിത് കുറേ കുക്ക് ചെയ്യാം കേട്ടോ. ഫുഡ് ലാഗ് തുടങ്ങി. ഞാൻ ഒന്ന് വേഗം കുറക്കട്ടെ, ശരിയാവില്ല. ഇച്ചിരി കുറക്കണം. നമ്മൾ കറക്റ്റ് 50-ലിടണം. കുറേ ഫുഡ് കുക്ക് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്യണ്ടേ? നമുക്ക് 2 ചിക്കൻ എടുത്ത് വെക്കാം. ചിക്കൻ ഇത് ഈ ബെഡ് നമ്മൾ എവിടെ കൊണ്ടുവച്ച് ചാടണ്ട. ഇത് ഇടാൻ പറ്റുമോ? ഇത് ഈ ട്രെയിൻ്റെ ഉണ്ടല്ലേ, ഇതിടാം. അല്ല ഇതില്ലേ, ഇതൊക്കെ വെച്ച് അടച്ചില്ലെങ്കിലേ ഈ വില്ലേജേഴ്സ് വന്നിട്ട് പണി തരും. അതുകൊണ്ട് നമുക്കിത് അടച്ചേക്കാം. പുറത്തൊന്ന് വെച്ചുകൊടുക്കണം. ഇവിടുന്ന് വെച്ചുകൊടുക്കാം, അവിടെ കിടക്കട്ടെ. നാളെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ അവർ ഉറങ്ങാണ്ടൊന്നും നിൽക്കണ്ട, ഉറങ്ങിക്കോട്ടെ. നമ്മൾ ഉറങ്ങുന്നതിനൊന്നും വലിയ ഒന്ന് അതടാ കിടക്കടാ അവരിക്കൊന്നങ്ങനെ അങ്ങനത്തെ ഞാൻ കിടന്നിട്ട് ഉറങ്ങിയാൽ മതി. നീ ബെഡ് പുറത്ത് വെച്ചിട്ട് അവൻ ഇവിടെ വന്ന് നടക്കുന്നു, അത് ശരിയാവൂല. ഞാൻ എന്തൊക്കെ തരും. പംകിൻ കൊടുത്ത എമറാളും അടിപൊളി. പോ വീട്ടിൽ പോ. ഇതെൻ്റെ വീടാണ്. ഇനി നിൻ്റെ വീടല്ലേ, ഇതെൻ്റെ വീടാണ്. അയ്യോ അത് കുട്ടി ഇവിടാ ഇവിടെ നീ തല്ലി ഒഴിക്കണം. അങ്ങനെ തല്ലി ഒടിച്ചാൽ അത് ഓടും. വാതിലെന്തിനാ അടച്ച ടെറാറാവേ. പാപ്പാ നമുക്ക് മാസിൻ്റെ ഇതൊക്കെ ഒന്ന് ഓടിയൊന്ന് സെറ്റാക്കണം. പാപ്പാ എന്നെ കണ്ട ഒരു മാസിലൊക്കെയില്ലേ, ടൺ 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 പാപ്പാ 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 ഞം ഞം ഞം. ഒരു ചിക്കൻ കാലൊക്കെ തിന്ന് അൽഫാമൊക്കെ തിന്ന് നമ്മൾ ഇരിക്കണം. പിന്നെ നമുക്കൊരു പണിയുമില്ലാണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടി ഒരതില്ല. എന്താണ് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കാണിക്കാം. പാപ്പാ ഈ മരം നമുക്ക് ഇവിടെ നട്ടും വരമാവാം. ഇത് കിടിലും മരാതൊന്ന് ഇത് നമുക്ക് മെയിൻ വേൾഡിലൊന്ന് നടണം. നമുക്ക് ഇവിടെയായിട്ടായിരിക്കണം. നമുക്കൊരു വീട് കെട്ടാനുള്ള സെറ്റപ്പിന് ഇപ്പോഴേ തുടങ്ങിയാലോ. ഇന്ന് നമുക്ക് ഏതായാലും എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ ഇട്ടെ. ഇപ്പോൾ ടൈമില്ല. ഈ വീഡിയോ കുറച്ച് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. നാളെ പരീക്ഷ ഉണ്ട് ഫ്രണ്ട്സ്, അതാ ഫ്രണ്ട്സ് പ്രശ്നം. ഇതൊക്കെ ഇത് കുറേ പണിയുണ്ട്, മെനക്കെടാ. എന്നാ നീ ഇപ്പോൾ ഫ്രണ്ട്സ് അതിനെ കട്ടാക്കണം. അത് ഒരു പ്രശ്നം പറ്റി, എന്തോ റെക്കോർഡറിനായി. ഏതായാലും സെറ്റാകും. പാപ്പാ എന്തോ ഒരു അധികം ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് റെക്കോർഡർ ഓഫ് ആക്കിയിട്ട് ഉണക്കാൻ. ഞാൻ അതിന് കൈ കൊണ്ട് വിളിക്കുന്നത്. ഇവിടെ ഇത് നല്ല കൺമുമ്പിൽ ശവലുണ്ട്. എന്നിട്ടും ഇപ്പം ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ റെക്കോർഡറിന് എന്തോ പറ്റിയ സ്റ്റോറേജ് ഫുള്ളാണെന്ന് തോന്നുന്നത്. എന്നാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഓഫായാൽ ഞാൻ നിർത്തും.
വേറെ വഴിയില്ല. നാളെ പിന്നെ സ്റ്റോറേജൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബാക്കി ചെയ്യണം. അപ്പോൾ ഇതിലാണ് നമ്മൾ ലാസ്റ്റ് റെക്കോർഡ് ചെയ്തത്. എന്തൊക്കെ മെനക്കേടാണ് ദൈവമേ. ഒരു പണിയുമില്ലാണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ പണി ഒപ്പിക്കണം. അതാണ് ജീവിതം. ജീവിതം എന്നല്ല, ഒരു ഇത് മൈൻക്രാഫ്റ്റിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആർട്ട് വർക്കൊക്കെ അതൊക്കെ ചെയ്തിരിക്കുക. നമുക്കിതൊന്ന് ക്ലീൻ ഇപ്പോഴേ ചെയ്ത് വെക്കാമെന്ന്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീഡിയോ കിട്ടാൻ തുടങ്ങാം. അല്ല നല്ല നമുക്കിപ്പോൾ ഇത് ക്ലീനിങ് ആണ്. ഇത് കുറേ ഉണ്ട്, നോക്കട്ടെ. ഇത് കുറേ ഉണ്ട് ഫ്രണ്ട്സ്. എന്നാലും പ്രശ്നമില്ല, നമ്മൾ പകുതി ചെയ്തിട്ടെങ്കിലേ പോകും. ഇങ്ങനെ പൊട്ടിച്ച് എൻ്റെ ഇതിൻ്റെ പണിയായിട്ടല്ലേ ശവലിൻ്റെ. അപ്പം ഇത് കംപ്ലീറ്റ് ആക്കണം. പൊട്ടി പറഞ്ഞ് തീരുന്നില്ല. പകുതി ക്ലീൻ ആക്കി. എന്നാലും ശവലില്ല, ഉണ്ടാക്കണം. ചിക്കൻ കിട്ടിയ ടോസ്റ്റ് ഫോട്ടോ കിട്ടിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കൊരു 5 അത്രേ ഉള്ളൂ. ഒരു പണിയും ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇത് ഞാൻ എത്രാമത്തെ തൊട്ടാ പറയണേ, കുറേ തൊട്ടായി പറയണം. നമുക്ക് ലെവലപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് ഇതാക്കുന്നത് കുറേ കുഴികളൊക്കെ ഉണ്ടാവും. കേവ് എന്നല്ല, ഒരു ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും. ഇനി ഇതൊക്കെ കളയണം ഫ്രണ്ട്സ്. ഈ സ്നോ സാധനം, ഇത് സ്നോ തന്നെയാണ്. ഇത് സ്നോ ആ. ഇതൊക്കെ ഇടിച്ച് നിരത്തി പൊളിക്കണം നമുക്കിത്. ഈ സ്ഥലം ശരിയാവൂല എന്നാ തോന്നുന്നേ. നമുക്കൊരു സൈഡിലായിട്ട് കെട്ടാം, ഇവിടെ ആയിട്ട് കെട്ടണ്ട. കുറേ ബോളുണ്ട്, എന്തൊക്കെയാ ഡീസ്പോൺ ആവട്ടെ. ഞാൻ എന്താക്കാം, നമുക്ക് ഡേർട്ടായിപ്പോൾ നോക്കണ്ടേ. ഇതിങ്ങനെ പരവര വെട്ടിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ? എന്തെങ്കിലും പറയണ്ടേ? ബോറല്ലേ ഈ വീഡിയോ? ബോറല്ലേ? നാളെ എന്തെങ്കിലും കണ്ടന്റ് ഇടണം. ഇതൊരു പെട്ടെന്ന് എനിക്കൊരു മൈൻഡിൽ ഇങ്ങനെ ഇടാന്ന്. ഞാൻ കുറച്ച് ദിവസമായില്ല ഇടാത്ത, അപ്പോൾ മോശമല്ല ഇടാത്ത. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വെറുതെ ഒരു വീഡിയോ ഇടുന്നത്. അതാ ഇതെന്താ? സ്നോ മഴ. അയ്യോ മഴ, സ്നോയും പെയ്യുന്നു മഴയും പെയ്യുന്നു. അതെന്ത് മറിമായോ? നമുക്ക് ഈ കുഴികൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതുവരെ മറന്നു പോകും, പിന്നെ എന്നെ മറന്നു പോകും. ഗെയിമിലായിരിക്കും എല്ലാവരും കോൺസെൻട്രേഷൻ. ഇത് കുറേ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാൻ കട്ടൊന്നും ആക്കുന്നില്ല. നിങ്ങളിങ്ങനെ വേറെ പണിയൊന്നുമില്ലല്ലോ വീഡിയോയിൽ, ഇത് തന്നെയാ പണി. അടുത്ത പ്രാവശ്യം നമുക്ക് മൈനിങ്ങിന് പോകാൻ ശ്രമിക്കാൻ. നമുക്കൊരു വൈബ് വേണം. നമുക്കിപ്പം പോവാനൊരു മൂഡില്ല. നമ്മൾ ഫുൾ ഇതാക്കണം. നമ്മൾ പ്ലാനിങ് വേണം. ഇപ്പോഴും നമ്മൾ എന്തിനെങ്കിലും പോകുമ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയാൽ, കണ്ടന്റ് ഇല്ലാണ്ട് പോയാൽ ശരിയാവില്ല. ഞാനിപ്പോൾ ഒരു സിമ്പിൾ വീഡിയോ ഇടുന്നു. ഇങ്ങനെ ഒന്ന് ടൈം പോകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. എന്തെങ്കിലും വാരി എടുത്ത് തിന്നോ, ചിപ്സോ പരിപ്പ് വഴിയോ എന്തെങ്കിലും എടുത്ത് ചായക്കാരും തിന്നോ. എന്താ പിന്നെ അടിച്ചെന്താ?
അമ്പക്ക വന്നല്ലേ. എൻ്റെ എവിടെയെങ്കിലും മുതുകത്ത് തറച്ചാ ഇല്ല, ഒന്നായില്ല. അയൺ ഗോളം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? ശനക്ക് പേടിയാൻ ആ ഉള്ളിൽ കയറി കിടക്കാനും പറ്റില്ല. പിന്നെ ഈ നായി ഇവരെവിടുന്നാ വരുന്നേ? ഈ ജന്തുക്കൾ എവിടുന്നാ വരുന്നേ? കുരുപ്പുകാലന്മാർ. ഒന്നും പകുതിയും കഴിച്ച് പൊട്ടി. അവനെ കാണണം. വാടാ. ഞങ്ങൾക്ക് പേടിയില്ലാന്ന് വിചാരിച്ചാ. കൈയുണ്ടായാലും ഞാൻ എന്നെ അടിച്ചു കൊല്ലൂട്ടാ. പണീൻ്റെ ഇടക്ക് എനിക്ക് ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആണോ എടാ? പോണം. നമ്മളോട് കളിയാണ്ട. രാത്രി പോലും ആയില്ലേ, എന്നിട്ട് അവൻ്റെ കുത്തിത്തിരിപ്പ് മാറിയില്ല. ഗംഗേ എല്ലാവരും ഈ ടൈമിൽ അതൊന്ന് ശ്രമിക്കുക. എത്ര മിനിറ്റ് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന്. ഓയ്യോ, ആൾക്കാർ വന്ന് ചെക്കന്മാർ വന്ന് വേമ്പിടാ. ഞാനിപ്പ ചാവും കരയൽ. കയ്യൊക്കെ ഉറക്കുന്നു ഫ്രണ്ട്സ്. പെട്ടെന്ന് ഒന്ന് ഇടാൻ കഴിയും. അയൺ ഗോളം. അയ്യോ ഇവിടുന്ന് ഇപ്പൊ ഉറങ്ങാൻ കഴിയില്ല. അയ്യോ, ഇവർക്ക് എന്തിൻ്റെ കേടാണ്? നമുക്ക് ഒഴിക്കട്ടെ താഴോട്ട്. നമുക്ക് നമ്മളെ ബെഡൊക്കെ പിടിച്ച് നല്ല സുഖം. വേമ്പനാട്ടുകായൽ തുടിക്കുന്നു തകതിമി. വേമ്പനാട്ടുകായൽ തിരകൾ. ഇത് കഷ്ടമാണ്. ഞാൻ ഇറങ്ങേണ്ടി വരുമോ? ടെററാവും ഞാനിപ്പോൾ. ടെററാവും. അണ്ണൻ ഇറങ്ങേണ്ടിയും വരും എന്നാണ് തോന്നുന്നുണ്ട്. എനിക്ക് സീനാവും. വീട് ഫുൾ നശിപ്പിച്ച്. ഇങ്ങനെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഉറങ്ങി. അങ്ങനെ ഉറങ്ങി. ഞാൻ ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല. ഇവിടെ തന്നെ കിടന്നുറങ്ങണം. താങ്ക് യു ദ ഡേർട്സ്. ടൺ ടൺ. ഒടിയില്ല. നമുക്ക് സുഖമായിട്ട് നമ്മളെ വീഡിയോ ഇട്ട് അങ്ങനെ പോവാം. വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിമേ. കായൽ തിരകൾ കഴിഞ്ഞ് തകതിമേ. നമുക്ക് ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടെ. എനക്കും ഇവർക്കൊക്കെ ഇവിടെ ക്രീപ്പറിന് എനിക്ക് ഇഷ്ടമല്ല. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രീപ്പർ എന്ന് പറയുന്ന പന്നിയുണ്ട്. പന്നേനെ തല്ലിക്കൊല്ലണം അവിടെ. എന്നിട്ട് വേടാ ഇവിടുന്ന് തൊട്ട് തരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊട്ടിക്കോ. അടിപൊളി. താങ്ക്. നിന്റെ കൂട്ടുകാരൻ തന്നെ നീ കൊന്നില്ലേ. നല്ല വൈബാണ്. കുഴിയാക്കി നീ ഒറ്റ എടുത്താൻ കാരണം. ഇവർക്ക് എന്തിൻ്റെ കേടാണാവോ? കയറി തിന്നട്ടെ. ഞാൻ ഫുഡിനെ കുറിച്ച് മറന്നു. ലാഗടിപ്പിക്കുന്നു. ഞാൻ ഒന്നും മൈൻഡാക്കുന്നില്ല. ലാഗൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. ഇവിടെ ഒരു വലിയ ആറ്റം ബോംബ് വീണ പോലെ.
ഇതെന്ത് ലാഗാണ്, അതെനിക്ക് സഹിക്കാനാവില്ല. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ബേബി ഷട്ടിട്ടുടുടുട്ടുടു, ബേബി ഷട്ടിട്ടുടുടുട്ടുടു. നിങ്ങൾക്ക് നാളെ എക്സാം ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സ്? സ്കൂള് തുറന്നാടെ എക്സാം? പകുതി കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങനെ വെട്ടി ഞാൻ വീഡിയോ ഇടാത്ത കാരണം ഞാൻ പിന്നെ എൻ്റെ മെയിൻ വേൾഡിൽ കുറച്ച് എൻ്റെ ഒരു വീട് പണിതുകൊണ്ടൊക്കെയായിരുന്നു. അതൊരു കിടിലം വീട് തന്നെയായിട്ടുണ്ട്. പണിതൽ ബെസ്റ്റ് വീട് എന്ന് ചോദിച്ചാൽ ചെറുങ്ങനെ ബെറ്റർ സർവൈവൽ. ഞാൻ ക്രിയേറ്റീവാ പണ്ട് കളിക്കാം, പിന്നെ ഞങ്ങൾക്ക് സർവൈവൽ കളിക്കേണ്ട ഒരാഗ്രഹം. പേടിയുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. ഇപ്പം നമ്മൾ വിഷയമില്ല, നല്ല വൈബുണ്ട്. സർവൈവൽ ക്രിയേറ്റീവ് കളിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി രസമാട്ടാ. അപ്പോൾ ക്രിയേറ്റീവ് കളിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഒന്ന് സർവൈവൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ചിലവർക്ക് ഇഷ്ടമില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ഈ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. ഞാൻ അങ്ങനത്തെ ടൈപ്പാ, അഡ്വഞ്ചർ. ഇതെന്താണ് ഇത്? ഇവിടെ പിക്കുന്ന അലോടല്ല, നമുക്ക് തല്ലിക്കൊല്ലാണ്ട് സമാധാനമില്ലല്ലോ. ഇനി എഡിറ്റ് ചെയ്യാനാ പണി. ഇനി എന്തൊക്കെയോ കട്ടിങ്ങും മാങ്ങയൊക്കെ ചെയ്യാനുണ്ടല്ലോ. ഇപ്പം പിടിച്ചാ മോനും പോയാ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. കഴിഞ്ഞു കേട്ടോ നമ്മളെ പരിപാടി കഴിഞ്ഞ്. ഓ മോൻ എന്താ, കൊട്ടാരം തന്നെ നമുക്ക് ഉണ്ടാക്കാം. വലിയ കൊട്ടാരം, വലുത്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ തീരെ. ഇത് കുറേ ഉണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നാളെയോ. അപ്പം ഞാൻ വൈപ്പിക്കുന്നില്ല വൈൻഡപ്പ് ചെയ്യാൻ. ഇത് പരിപാടി ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വൈൻഡപ്പ് ആക്കാൻ എന്തൊക്കെ ആലോചിക്കട്ടെ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രക്കിലോ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു. ഇപ്പം ഏതായാലും ഇനി ഇത് വൈൻഡപ്പ് ചെയ്യാനായത് വേറെ പണിയൊന്നുമില്ല. അടുത്ത കണ്ടന്റ് വരുന്ന ഒരു സാധനം എൻ്റെ കൺമുന്നിലേക്കൂടി ഇപ്പോഴും ഇങ്ങനെ ഒരു സാധനം. ഇവരൊക്കെ എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരെ ഒന്ന് തല്ലി കൊന്നിട്ട് അടങ്ങും. ഇവിടെ വൈൻഡപ്പ് ചെയ്യാനും സഹായിക്കില്ല ദൈവം. ഒന്ന് വിട്, സമാധാനത്തോടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനും വിടില്ല. ഓക്കെ, നമുക്ക് നല്ല വൃത്തിയിൽ നല്ല വൈൻഡപ്പ് ഒക്കെ ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രക്കില്ല. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അയ്യോ, ഇതൊക്കെ എവിടെ പോയി? ഇമോട്ടൊന്നും ഇല്ലേ? ഇമോട്ടൊക്കെ പിന്നെ. ഓക്കെ, അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്തു ഈ വീഡിയോ. എൻജോയ് ചെയ്യാനൊന്നും ഉണ്ടായില്ല എന്നാലും. അപ്പം ഗുഡ് നൈറ്റ്. See you in the next episode. Bye.